2020 ലോകകപ്പിൽ മിന്നും ജയത്തോടെ ഇന്ത്യ ഫൈനലിൽ. ത്രില്ലർ പോരിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ന്യൂസിലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനിൽ, ആവേശകരമായ ഒരു മത്സരത്തിനാണ് വാങ്കഡെ സാക്ഷ്യം വഹിച്ചത്. പക്ഷേ അപ്പോഴും അവസാന നിമിഷത്തിലൊരു നെഞ്ചിരിപ്പുണ്ടായിരുന്നു. തീർച്ചയായും ഒരു ആവേശ പോരാട്ടം, ത്രില്ലർ പോരാട്ടം. അതിലാണ് ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യ തുടർച്ചയായ രണ്ടാം 2020 ലോകകപ്പിലും ഫൈനലിലേക്ക് മുന്നേറിയത്. ഒരുപക്ഷെ ഇന്ത്യ അനായാസം ജയിക്കുമെന്ന് കരുതിയ മത്സരത്തിൽ ഇംഗ്ലണ്ട് ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വമ്പൻ പോരാട്ടം, ഒരുപക്ഷെ ഒരു ഹിസ്റ്റോറിക്കൽ ചേസ് തന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ നിർണായക ഘട്ടങ്ങളിൽ ചില വിക്കറ്റ് എടുത്തു. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറയുടെ 18ാം ഓവറിലെ തകർപ്പൻ പ്രകടനം, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യക്ക് ഒരു ജയം സമ്മാനിച്ചത്. 254 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇംഗ്ലണ്ടിന്റെ പോരാട്ടം 7 വിക്കറ്റിന് 246 അവസാനിച്ചു. അവരെ സഹായിച്ചത് ജേക്കബ് ബെത്തലിന്റെ ഒറ്റയാൾ പോരാട്ടമാണ്. 48 പന്തിൽ 105 റൺസ് എടുത്ത ജേക്കബ് ബെത്തൽ അവസാനം വരെ പോരാടിയെങ്കിലും ഒടുവിൽ അവസാന ഓവറിൽ റൺഔട്ട് ആയതോടുകൂടിയാണ് കീഴടങ്ങൽ ഉണ്ടായത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടം തന്നെയാണ് ഇന്ത്യക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. ഒരുപക്ഷെ അനായാസമായി ജയിക്കുമെന്ന് കരുതിയ കളി, അതും 253 എന്ന കൂറ്റൻ 254 എന്ന കൂറ്റൻ വിജയലക്ഷ്യം കുറിച്ചതോടുകൂടി ഇന്ത്യ വമ്പൻ ജയം തന്നെയാണ് വാങ്കഡയിൽ മോഹിച്ചത്. പക്ഷേ അതുണ്ടായില്ല. അതിനപ്പുറം ഇംഗ്ലണ്ടിന്റെ വലിയ പോരാട്ടത്തോടുകൂടി വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. ഒരുപക്ഷെ ഇന്ത്യ ഈ മത്സരം തോൽക്കേക്കാം എന്നുള്ള ആശങ്കയുടേതായിരുന്നു അവസാന നിമിഷം വരെ. പക്ഷേ ജസ്പ്രീത് ബുംറ എന്തുകൊണ്ട് ലോകത്തെ നമ്പർ 1 ബൗളർ എന്ന്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച ബൗളർ എന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ ഉത്തരമായിരുന്നു നമ്മൾ ആ 18ാം ഓവറിൽ കണ്ടത്. ഒരുപക്ഷെ ഇംഗ്ലണ്ട് അനായാസം ജയത്തിലേക്കൊക്കെ തന്നെ നീങ്ങുന്ന ആ ഘട്ടത്തിൽ ജസ്പ്രീത് ബുംറ 18ാം ഓവറിൽ വിട്ടുകൊടുത്തത് വെറും 6 റൺസാണ്. അതിലോടുകൂടിയാണ് ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നത്. തൊട്ടടുത്ത ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ പ്രകടനവും മികച്ചതായിരുന്നു. ഒടുവിൽ ഈ അവസാന ഓവറിൽ 20-ലധികം റൺസ് വിട്ടുകൊടുത്തിട്ട് പോലും, ശിവൻ ദുബെ വിട്ടുകൊടുത്തിട്ട് പോലും ഇന്ത്യ അങ്ങനെ ജയത്തിലേക്ക് നടന്നു കയറുകയാണ്. അതോടുകൂടി ഇന്ത്യ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ കിവീസിനെ നേരിടാൻ യോഗ്യത നേടുകയും ചെയ്തു. ഇതേവരെ ഹോം ഗ്രൗണ്ടിൽ ഒരു ടീമും ലോകകപ്പ് നേടിയിട്ടില്ല. ഒപ്പം തന്നെ ഒരു ടീമും 3 കിരീടങ്ങളും നേടിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ ചരിത്ര നേട്ടമാണ് ഇന്ത്യക്ക് ഇനി ഒരു മത്സരം മാത്രം അകലെ കാത്തിരിക്കുന്നത്. ആ മത്സരത്തിൽ കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് 3ാം കിരീടം കിട്ടും. ഇന്ത്യൻ ബാറ്റിംഗിലേക്ക് വന്നാൽ സഞ്ജു സാംസന്റെ തുടർച്ചയായ 2ാം മത്സരത്തിലെയും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം, അർദ്ധ സെഞ്ചുറി പ്രകടനത്തിന്റെ കരുത്തിലാണ് ഇന്ത്യ 7 വിക്കറ്റിന് 253 റൺസ് എടുത്തത്. സഞ്ജു 42 പന്തിൽ 89 റൺസാണ് അടിച്ചത്. ഒപ്പം തന്നെ ശിവൻ ദുബെയും ഇഷാൻ കിഷനും ഒക്കെ തന്നെ പൊരുതിയതോടുകൂടിയാണ് ഇന്ത്യക്ക് വമ്പൻ സ്കോർ ലഭിച്ചത്. പക്ഷേ ബൗളിങ്ങിലേക്ക് വന്നപ്പോൾ സമീപകാലത്ത് ഇന്ത്യക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റ് ഈ മത്സരത്തിൽ തീർത്തും നിറം മങ്ങുന്ന കാഴ്ച കണ്ടു. ജസ്പ്രീത് ബുംറ ഒഴികെ മറ്റാർക്കും തന്നെ ബൗളിംഗ് നിരയിൽ എടുത്തു പറയാനുള്ള ഒരു സ്റ്റാറ്റ്സ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയുടെ നമ്പർ 1 ബൗളർ, അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ 1ാം നമ്പർ ബൗളറായിട്ടുള്ള വരുൺ ചക്രവർത്തിക്ക് പാടെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് ഈ മത്സരത്തിൽ കണ്ടത്. 4 ഓവറിൽ 61 റൺസാണ് 64 റൺസാണ് വരുൺ ചക്രവർത്തി വിട്ടുകൊടുത്തത്. ഈ ഇന്ത്യൻ ബൗളേഴ്സിൽ 10 റൺസിൽ ശരാശരി താഴെയുള്ളത് 2 പേർക്കാണ്. ജസ്പ്രീത് ബുംറയും ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ 9.5 ഓർക്കണം. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ 8.2. അങ്ങനെ ഇന്ത്യൻ ബൗളിംഗ് നിരയിൽ തല്ലുകിട്ടാത്ത ആളുകളില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരിക്കൽ കൂടി വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് ജസ്പ്രീത് ബുംറയുടെ ആ പ്രകടനം. ഒപ്പം തന്നെ അക്സർ പട്ടേലിന്റെ 2 ക്യാച്ചുകൾ, ആദ്യം ഓപ്പണറെ പുറത്താൻ ഫിൽഡ് സാൾട്ടിനെ പുറത്താക്കാനുള്ള ആ ക്യാച്ച്, ഒപ്പം തന്നെ ഒരു വലിയ പാർട്ട്ണർഷിപ്പിലേക്ക് ഇംഗ്ലണ്ട് പോയപ്പോൾ വിൽ ജാക്സനെ പുറത്താക്കിയ ആ ക്യാച്ചും. ഒരുപക്ഷെ അക്സർ പട്ടേലിന്റെ കയ്യിൽ നിന്ന് ഈ 2 ക്യാച്ചുകൾ അത് വഴുതിപ്പോയിരുന്നെങ്കിലും മത്സരഫലം മറ്റൊന്നായേനെ. അക്സർ പട്ടേൽ വിൽ ജാക്സനെ പുറത്താക്കാൻ ആ പന്ത് കൈപ്പിടിയിൽ ഒതുക്കുകയും അത് ഒരുപക്ഷെ ബൗണ്ടറി ലൈനിലേക്ക് പോകുന്നത് അത് തടഞ്ഞുകൊണ്ട് ശിവൻ ദുബെക്ക് കൈമാറിയും അങ്ങനെ ഇന്ത്യക്ക് രക്ഷ നേടാൻ സാധിച്ചു. ഈ മത്സരത്തിന്റെ ഒരു 3 താരങ്ങൾ ആരൊക്കെയെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ. ഈ 3 താരങ്ങൾക്കും ടീം ഇന്ത്യ അല്ലെങ്കിൽ ആരാധകരൊക്കെ തന്നെ കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ 3 ക്ലച്ച് മൊമെന്റ്സിലൂടെയാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. ഇനി ഇന്ത്യക്ക് വേണ്ടത് ഒറ്റ ജയം മാത്രം. ലോക കിരീടം നിലനിർത്താൻ രോഹിത് ശർമ്മയും സംഘവും ബാർബഡോസിൽ നേടിയ ആ കിരീടം നിലനിർത്താൻ സൂര്യകുമാർ യാദവിനും സംഘത്തിനുമാവുമോ എന്നുള്ള വലിയ ചോദ്യം, അതിന് നമുക്ക് ഞായറാഴ്ച അഹമ്മദാബാദിൽ ഉത്തരം കിട്ടും. ശരി, സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ കൂടി വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇംഗ്ലീഷ് പരീക്ഷ നമ്മൾ ഈസിയായി കടന്നു എന്നൊക്കെ പറയുമ്പോഴും വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ള യാതൊരു സംശയവുമില്ല. എന്താണ് വാങ്കഡയിൽ നിന്നുള്ള വിശേഷങ്ങൾ പറയൂ. വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് ഇപ്പോൾ ആരാധകർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ അത് മറൈൻ ഡ്രൈവിലാണ്. വാങ്കഡയ്ക്ക് പുറത്തുള്ള മറൈൻ ഡ്രൈവിൽ കാണാം ആവേശം അല തല്ലുന്നു എന്നതല്ലാതെ ഇതിനെ ഒന്നും വിളിക്കാൻ കഴിയില്ല. തിരമാല പോലെ
ആരാധകരുടെ ആവേശം ഇങ്ങനെ അല തള്ളുകയാണ് വാങ്കഡെ സ്റ്റേഡിയത്തിന് പുറത്ത്. വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു ഫൈനലിന് വേണ്ടി തുടർച്ചയായും രണ്ടാം ലോകകപ്പിലും ഫൈനൽ കളിക്കാൻ ഇന്ത്യൻ ടീം അഹമ്മദാബാദിലേക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് ആരാധകർക്ക് ഒരു വിരുന്ന് നൽകി തന്നെയാണ് ആ യാത്ര പറച്ചിൽ മുംബൈയിൽ നിന്ന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോസ് നഷ്ടപ്പെട്ട് ഇന്ത്യ ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയപ്പോൾ പോലും ആരാധകർ പ്രതീക്ഷിച്ചത് ഒരു വലിയ സ്കോർ തന്നെയായിരുന്നു. ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാവുകയും ചെയ്തു. സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു മികച്ച പ്രകടനം ഉണ്ടാവുകയും ചെയ്തു എന്നത് മലയാളികൾക്ക് കൂടി ആവേശം. എത്രയുണ്ട്? അടിപൊളി, നല്ല കളിയായിരുന്നു. സഞ്ജു നല്ല സ്റ്റാർട്ടിങ് കൊടുത്തു. 250 സഞ്ജു തകർത്തു, ചാട്ടൻ തകർത്തു. ഏതായാലും 3 റെക്കോർഡുകളെങ്കിലും സഞ്ജു ഇന്ന് നേടി എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിന്റെ പ്രത്യേകത. നമുക്കറിയാം, അദ്ദേഹം ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരം എന്നുള്ള റെക്കോർഡ് അദ്ദേഹത്തിനൊപ്പമാണ്. 15-ലേറെ സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. നോക്കൌട്ട് സ്റ്റേജിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനോടൊപ്പം എത്തി ഏറ്റവും ഉയർന്ന സ്കോർ 80-ന് മുകളിൽ 2 തവണ ഒരു ലോകകപ്പിൽ T20 ലോകകപ്പിൽ നേടുന്ന താരമെന്നുള്ള റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കുന്നു. അങ്ങനെ സഞ്ജു സാംസന്റെ കൂടി മികവിലാണ് ഇന്ത്യ ഇത്രയും വലിയ സ്കോർ പടുത്തുയർത്തിയതെന്നത് നമുക്ക് നൽകുന്ന സന്തോഷം അത് വലുതാണ്. പക്ഷേ മറുവശത്ത് ഇംഗ്ലണ്ട് വീറോടെ പോരാടി എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. 7 റൺസിന്റെ മാത്രം വിജയം ഇന്ത്യക്ക് അവർ അനുവദിച്ചെങ്കിൽ അവരുടെ ബാറ്റിംഗ് നിര എത്രത്തോളം ഇന്ത്യൻ ബോളർമാരെ പ്രേരിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ ജസ്പ്രീത് ബുംറയുടെ ആ 18-ാം ഓവർ ജസ്പ്രീത് ബുംറ എറിയാൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ ഇന്ത്യൻ ആരാധകരുടെയും മനസ്സിൽ നെഞ്ചിടിച്ചുകൊണ്ടാണ് ആ ഓവറിനെ സമീപിച്ചത്. പക്ഷേ ആ ഓവറാണ് യഥാർത്ഥത്തിൽ അവസാനം ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കുന്നതിൽ നിർണായകമായി മാറിയത്. അതുകൊണ്ട് ജസ്പ്രീത് ബുംറയുടെ പ്രകടനം ഈ വിജയത്തിൽ വളരെ നിർണായകമാണ്. ഫൈനലിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തിരുത്താൻ ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വരുൺ ചക്രവർത്തിയെ പോലെയുള്ള ലോകത്തിലെ 1-ാം നമ്പർ ബോളറിൽ നിന്ന് ഇന്ന് ആ തരത്തിൽ അദ്ദേഹത്തിന്റെ റാങ്കിങ്ങിനനുസരിച്ചുള്ള ഒരു പ്രകടനം ഇന്ന് ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും ഇന്ത്യ വിജയം, വാങ്കഡയുടെ മണ്ണിൽ വിജയം, ഇന്ത്യയുടെ ഭാഗ്യ ഗ്രൗണ്ടിൽ ഒരു വിജയം നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.